ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒറ്റയുള്ളൊരു ജീവിയും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും വെച്ചാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ജൈവ വൈവിധ്യം നിലനിൽക്കുന്നത്. പരസ്പരം എല്ലാ ജീവികളും പരസ്പരം കണ്ണികളായിട്ടാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം. ആ ഒരു ആഹാര ശൃംഖലയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത്, ഓരോ സസ്യങ്ങളും മറ്റു സസ്യങ്ങൾക്ക് എത്രത്തോളമാണ് ഒരു സസ്യത്തിന്റെ നാശം മറ്റൊരു സസ്യത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്നുണ്ടോ, അതോ എല്ലാ സസ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണോ ജീവിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ചില സസ്യങ്ങൾ നമുക്കറിയാം, സ്വാഭാവിക എല്ലാ സസ്യങ്ങളും ചില സസ്യങ്ങൾ നമുക്കറിയാം മറ്റു സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് അഥവാ മറ്റു സസ്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, അവരുടെ സസ്യങ്ങളുടെ വളർച്ച നടക്കും. ഇത്തരത്തിലുള്ള സസ്യങ്ങൾ ഇതെല്ലാമാണ്. അങ്ങനത്തെ സസ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള പരാത സസ്യങ്ങളുണ്ട്. ഈ പരാത സസ്യങ്ങളെ കുറിച്ച് എല്ലാമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റയുള്ളൊരു ജീവി. നമുക്കറിയാം, ചിത്രത്തിലേക്ക് നോക്കിയാൽ ചിത്രത്തിൽ നമുക്ക് ഒരു പൊന്മാനെ കാണുന്നുണ്ട്. ചിത്രത്തിൽ നമുക്കൊരു പൊന്മാനെ കാണുന്നുണ്ട്. എന്താണ് പൊന്മാൻ? പൊന്മാൻ നമുക്കറിയാം, ചുറ്റുപാടിന്റെ വയലോരങ്ങളിലും ഒക്കെ ജലസ്രോതസ്സുകൾ, ചെറിയ വെള്ളക്കെട്ടുകളിൽ മീനുകൾ പിടിക്കുന്ന മീനുകളുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ജലസ്രോതസ്സുകൾക്കിടയിലാണ് സാധാരണഗതിയിൽ നമുക്ക് ആരെ കാണാൻ വരുന്നത്? പൊന്മാനെ കാണാൻ. നമുക്ക് പൊന്മാനിന്റെ ഒരു ആവാസ സ്ഥലമാണെങ്കിൽ, ജലസ്രോതസ്സുകൾക്ക് അടുത്തുള്ള റീജിയനാണെങ്കിൽ പൊന്മാന്റെ ആവാസ എന്ന് പറയുന്നത്. നമുക്കൊരു മീനുണ്ട്. ഈ മീനിനെ ഭക്ഷിക്കാനായിട്ടാണ് പൊന്മാൻ അവിടെ വന്നിരിക്കുന്നത്. ഏതാണ് ചിത്രത്തിലെ പക്ഷി ഏതാണെന്ന് ചോദിച്ചിട്ടില്ല. ചിത്രത്തിലെ പക്ഷി പൊന്മാനാണ്. മീൻകുട്ടി പൊന്മാൻ എന്നും അതിനെ പറയും. പിന്നെ ഇവയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ ചെറിയ മീനുകളാണ്. സാധാരണ എവിടെയാണ് കാണുന്നത്? നമ്മൾ പറഞ്ഞു, സാധാരണയായിട്ട് നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് നോക്കാം. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ചിത്രത്തിൽ നമുക്ക് കാണുന്നത് ആടിനെ കാണുന്നത്, അതുപോലെ തന്നെ ഒരു മുയലുണ്ട്, ഒരു മാനുണ്ട്. ഇവരുടെയൊക്കെ സ്വാഭാവിക ഒരു പ്രധാനമായ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർക്ക് എന്താണ് സസ്യബുക്കുകൾക്ക് ഉദാഹരണം. അതായത് പുല്ലാണ് ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ ആട് നമുക്കറിയാം വീടുകളിൽ കാണപ്പെടും. നമ്മുടെ സാധാരണഗതിയിൽ വീടുകളിലൊക്കെ നമുക്ക് ആടിനെ വളർത്താറുണ്ട്. ആടിന്റെ പ്രധാന ആഹാരം എന്താണെന്ന് ചോദിക്കുന്നത്. ആടിന്റെ പ്രധാന ആഹാരം എന്ന് പറഞ്ഞാൽ പുല്ലാണ് ആടിന്റെ പ്രധാന ആഹാരം. പിന്നെ അത് കൂടാതെ ധാന്യങ്ങളും വിളകളും ഒക്കെ ആട് കഴിക്കും. ഇനി ചിത്രത്തിൽ കാണുന്നത് ഒരു മാനാണ്, ഇതൊരു മുയലാണ്. ഇതൊക്കെ എന്താണ്? സസ്യഭാഗങ്ങളാണ് പ്രധാനമായും കഴിക്കുന്നത്. ഇത്തരത്തിൽ സസ്യഭാഗങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അത് ഏതെല്ലാമാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞൂടെ, ഒരു മാന് സസ്യഭാഗങ്ങളെ ഭക്ഷണമാക്കുന്നു, അതേപോലെ ആഹാരമാക്കുന്നു. മുയൽ സസ്യഭാഗങ്ങളെയാണ് ആഹാരമാക്കുന്നത്. ആടും സസ്യഭാഗങ്ങളെയാണ് ആഹാരമാക്കുന്നത്. അതുപോലെ സസ്യഭാഗങ്ങളെ ആഹാരമാക്കുന്ന മറ്റു മൃഗങ്ങളാണ് ജിറാഫ് ഒക്കെ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഇനി ഇവിടെ പറയുന്നത് വാസസ്ഥലവും ആഹാരം. നമ്മൾ പറഞ്ഞു, എല്ലാ ജീവികളും ഒരേ വാസസ്ഥലങ്ങളിലല്ല ജീവിക്കുന്നത്. എല്ലാ ജീവികളും നമുക്ക് ഒരുപോലെ ഒരു വാസസ്ഥലത്തിന് കാണാൻ കഴിയില്ല. ഓരോ ജീവികളും വ്യത്യസ്തമായിട്ടുള്ള വാസസ്ഥലവും ഉണ്ട്. കാരണം ആ വാസസ്ഥലത്തിനോടനുബന്ധിച്ചുള്ള ഇടങ്ങളിലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ അവർക്ക് എന്തായിട്ടുണ്ടാവുക, ലഭ്യമാവുക. ഈ ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട്? ഈ ചിത്രത്തിൽ നമുക്കറിയാം, ഒരു കൊക്കുണ്ട്, തവളയുണ്ട്, പുൽച്ചാടിയുണ്ട്, ഞണ്ടുണ്ട്, ആമയുണ്ട്, പിന്നെ ഒരു ഒച്ചുണ്ട്, അതേപോലെ എന്താണ് ഒരു കാക്കയുണ്ട്, പിന്നെ ഒരു തുമ്പുണ്ട്. ധാരാളം ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ വയലോരങ്ങൾ എന്ന് പറഞ്ഞത്. വയലോരങ്ങളിൽ കിടക്കുന്ന ചെറിയ കുളങ്ങളും ചെറിയ അരുവികളൊക്കെ ധാരാളം ജീവികൾക്ക് ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കാൻ അല്ലെങ്കിൽ ഒരു വാസസ്ഥലം ഒരുക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞ ചിത്രത്തിലുള്ള ജീവികളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തു. ചെറിയ മീനുകളെ കഴിക്കുന്ന ആഹാരം, ചെറിയ മീനുകളെ ആരെല്ലാമാണ് ഇവിടെ കഴിക്കുന്നത്? ഈ ചെറിയ മീനുകൾ നമുക്കറിയാം, ചെറുമീനുകളെ സാധാരണഗതിയിൽ ആരൊക്കെയാണ് ചെറിയ മീനുകളെ കഴിക്കുക? കൊക്ക് കഴിക്കും അല്ലെ? കൊക്ക് കഴിക്കും ചെറിയ മീനുകളെ സാധാരണഗതിയിൽ. കൊക്ക് ഇവിടെ പാഠപരമ്പത്തിൽ വന്നിരിക്കുന്ന എന്തിനാ? ഈ ചെറിയ മീനുകളെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചില കാക്കകളും കഴിക്കും. അതായത് കൊക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൊക്ക് മീൻ പിടിക്കാൻ വളരെയധികം സ്മാർട്ടാണ്. കാരണം അതിന്റെ നീണ്ട കൊക്കുകളാണ് അതിനെ സഹായിക്കുന്നത് നമുക്കറിയാം. ഓക്കെ, ഓരോ ജീവികൾക്കും ഉൾച്ചാടി
പുൽച്ചാടി എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ആഹാരം പുല്ലാണ്. ഈ തവള എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഈ തുമ്പികളൊക്കെ എന്താണ് തവളക്ക് ഭക്ഷിക്കാവുന്നതാണ്. അപ്പൊ അവരുടെ ആവാസ സ്ഥലങ്ങൾക്ക് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഓരോ ജീവിയും അവരുടെ ആവാസ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കും. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ സസ്യങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പുൽച്ചാടി സസ്യങ്ങൾ ആഹാരമാക്കുന്ന ജീവിയാണ്. ഓക്കെ, പിന്നെ ചെറുമീനുകളുണ്ട്. ചെറുമീനുകളെ ചെറുമീനുകളെ നമുക്കറിയാം കൊക്ക് ചെറുമീനുകളെ ആഹാരമാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാക്ക എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോഴൊക്കെ കാക്കയും അതുപോലെ ആഹാരമാക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പറയാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ശൃംഖലയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ ശൃംഖല, ഈ ഒരു ശൃംഖലയിൽ എന്താ പറയുന്നത്? ഇവിടെ നമുക്കറിയാം സസ്യമാണ്. ഈ ഒരു സസ്യത്തിനെ ആരൊക്കെ ഭക്ഷിക്കുന്നുണ്ട്? ചെറുമീനുകൾ ഭക്ഷിക്കുന്നുണ്ട്. സസ്യത്തിനെ ആര് ഭക്ഷിക്കുന്നുണ്ട്? ചെറുമീൻ ഭക്ഷിക്കുന്നുണ്ട്. ഈ ചെറുമീൻ ആര് ഭക്ഷിക്കും? വലിയ മീൻ ഭക്ഷിക്കും. ഈ വലിയ മീനിനെ ആര് ഭക്ഷിക്കുന്നുണ്ട്? കൊക്ക് ഭക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചെറുമീനിനെ ആർക്കും ഭക്ഷണമാക്കാവുന്ന തവളയും ചെറുമീനുകളെ ഭക്ഷിക്കുന്നുണ്ട്. ഈ തവളയെ ആര് ഭക്ഷണമാക്കും? കൊക്ക് ഭക്ഷണമാക്കും. ഇങ്ങനെ ഇത്തരത്തില് ഒരു അയലിലും മറ്റു ജീവികളിലുള്ള ഒരു ആഹാര ശൃംഖലയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സസ്യത്തിന് ചെറുമീനുകൾക്ക് മാത്രമല്ല ഭക്ഷണമാക്കുന്നത്, കൂടാതെ എന്താ പുഴുവിന് ഭക്ഷണമാക്കാം. സസ്യങ്ങൾ നമുക്കറിയാം ഇലകളിലൊക്കെ പുഴു വന്നിട്ട് ഇലയുടെ ഷേപ്പ് ഒക്കെ മാറിയിട്ട് കാണാറുണ്ട്. അതൊക്കെ എന്താണ് പുഴു ഇങ്ങനെ കടിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഇലകൾ നമുക്ക് കാണാൻ കഴിയും അല്ലെ? അതെന്താണ് അവിടെ പുഴു എന്താണ് സസ്യത്തിനെ ആഹാരമാക്കുന്നുണ്ട് എന്ന്. അതേപോലെ തന്നെ സസ്യത്തിനെ വേറെ ആരെല്ലാമാണ് ആഹാരമാക്കുന്നത് അത് കണ്ടുപിടിച്ചു. സസ്യത്തിനെ വേറെ എല്ലാമാരാണ് ആഹാരമാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആട് സസ്യത്തിനെ ആഹാരമാക്കുന്നുണ്ട്. അതേപോലെ പുഴുവിനെ നമ്മൾ ആരൊക്കെയാണ് കഴിക്കാം? പുഴുവിനെ നമുക്കറിയാം കോഴി കഴിക്കും പുഴുവിനെ അല്ലെ? അതേപോലെ കാക്ക ഒക്കെ എന്താണ് പുഴുവിനെ ആഹാരമാക്കും. ഇങ്ങനെ ഓരോ ജീവികളും പരസ്പരം കണ്ണിയായിട്ടാണ്. അതായത് ചെറുമീനുകളെയാണ് നമ്മൾ പറഞ്ഞു വലിയ മീൻ ഭക്ഷിക്കും, വലിയ മീനിനെ കൊക്ക് ഭക്ഷിക്കും. കൊക്ക് വലിയ മീനുകളെ മാത്രമല്ല ഭക്ഷിക്കുന്നത്, തവളയും ഭക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കണ്ണികൾ കൂടിച്ചേർന്നുള്ള ആഹാര ശൃംഖലക്ക് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ സസ്യത്തിന് പൊതുവായിട്ട് മാന് കഴിക്കും, മുയൽ കഴിക്കും, പുൽച്ചാടി, ജിറാഫ്, ആട്, പശു ഒക്കെ എന്താണ് സസ്യത്തിനെ കഴിക്കുന്നത്. അപ്പൊ ഈ മാനിനെ കോമൺ ആയിട്ട് ആരൊക്കെ കഴിക്കും എന്ന് നമുക്ക് പറയാം. മാനിനെ ആരൊക്കെയാണ് കഴിക്കാം? മാനിനെ നമുക്കറിയാം പുലി കഴിക്കും അല്ലെ? മാനിനെ പുലി കഴിക്കും അല്ലെ? മുയലിനെ ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെ കഴിക്കും? മുയലിനെയും എന്താണ് പുലിക്ക് മുയലിനെ കഴിക്കാം. അതേപോലെ തന്നെ മുയലിനെ വേറെ ആര് കഴിക്കും? ചെന്നായ കഴിക്കും അല്ലെ? പിന്നെ പുൽച്ചാടിനെ ആരൊക്കെ കഴിക്കാം? പുൽച്ചാടിനെ നമ്മൾ പറഞ്ഞു തവള കഴിക്കും അല്ലെ? പുൽച്ചാടിനെ നമുക്കറിയാം തവള കഴിക്കും. ഇതാണ് കോമൺ ആയിട്ട് ഇവിടെ പറയുന്നത്. കണ്ണികൾ ചേർന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു എണ്ണാക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇതാണ് ഇത് പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കും. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള കുറെ ആഹാരബന്ധങ്ങൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് നമുക്ക് എടുത്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ധാരാളം ആഹാരബന്ധങ്ങൾ നിങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു പരസ്പരം എല്ലാ ജീവികളും ഇണചേർന്നില്ലെങ്കിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഒരു ആശ്രയം ഉണ്ടാകുമ്പോഴാണ് ജീവവൈവിധ്യം നിലനിൽക്കാനുള്ള സഹായിക്കുന്നത്. അതായത് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണെന്നത് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറയുന്നു. ഈ ഒരു ഡെഫിനേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. എന്താണ് ആഹാര ശൃംഖലാജാലം എന്ന് ചോദിക്കാം. അതായത് ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ ജീവികളുടെ പരസ്പര ബന്ധമാണെന്നത് ആഹാര ശൃംഖലാജാലം. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറിലേക്ക് നോക്കുക. ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നമുക്കറിയാം കുറേ കണക്ഷൻസ്, ഓരോ ജീവികളുടെ കുറേ കണക്ഷൻസ് നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിതിൽ ഒരു കണക്ഷൻ എടുക്കാം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു സസ്യം, ഇവിടെ ഒരു മരമാണ് ഉള്ളത് അല്ലെങ്കിൽ വൃക്ഷമാണുള്ളത്. ഈ സസ്യത്തിൽ നിന്നുള്ള ഈ പുല്ല് ആര് ഭക്ഷിക്കുന്നുണ്ട്? മാൻ ഭക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശു അല്ലെങ്കിൽ കാള, അത്തരത്തിലുള്ള ആട്, മാട് പോലുള്ള കന്നുകാലികൾ എന്തുണ്ട് ഭക്ഷിക്കുന്നുണ്ട്. ഈ കന്നുകാലികളെയൊക്കെ കോമൺ ആയിട്ട് ആരാണ് ഭക്ഷിക്കുന്നത്? കന്നുകാലികളെ കോമൺ ആയിട്ട് കടുവ ഭക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ ഇവിടേക്ക് പോവുകയാണെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ഈ നെൽച്ചെടിയിലെ ഈ വൈക്കോലും കാര്യങ്ങളൊക്കെ ആര് ഭക്ഷിക്കും?
ഭക്ഷിക്കുന്നുണ്ട്, ആടുമാടുകൾ ഭക്ഷിക്കുന്നുണ്ട്. അതേ ആടുമാടുകൾ ആര് ഭക്ഷിക്കുന്നുണ്ട്? കടുവ ഭക്ഷിക്കുന്നുണ്ട്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ നെറ്റിയെ ആര് ഭക്ഷിക്കുന്നുണ്ട്? പുൽച്ചാടി ഭക്ഷിക്കുന്നുണ്ട്. ഈ പുൽച്ചാടിയെ ചെറിയ ചെറിയ കിളികളൊക്കെ ഭക്ഷിക്കും. ചെറിയ കിളികളെ ആര് ഭക്ഷിക്കും? കുറുക്കൻ ഭക്ഷിക്കും. ഈ കുറുക്കനെ പിന്നെ അവിടെ ആരാണ് ഭക്ഷിക്കുന്നത്? കഴുകനാണ് അവിടെ വരുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു കോമൺ ആയിട്ട് ഇവിടെ വരുന്നത് ആരാണ്? കഴുകനാണ് അല്ലെ? കോമൺ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? കഴുകനെയാണ്. അതായത് കഴുകൻ ആരൊക്കെയാണ് കഴിക്കുക? കഴുകൻ സസ്യം കഴിക്കും, കുറുക്കനെ കഴിക്കും, പിന്നെ പുലിയെ കഴിക്കും. പുലിയെ കഴിക്കും എന്ന് പറഞ്ഞാൽ സഡൻ അറ്റാക്ക് വരുന്ന കഴുകൻ നമുക്കറിയാം കൂട്ടമായിട്ടാണ് എപ്പോഴും. കഴുകൻ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു പുലിയൊക്കെ ആക്രമിക്കാനുള്ള കഴിവായിട്ടുണ്ട് കഴുകന്മാർക്കുണ്ട്. ഇത്തരത്തിലുള്ള ജീവികളൊക്കെ ആര് കഴിക്കും? കഴുകൻ കഴിക്കും. അപ്പൊ ഇതിലൊരു കോമണർ ആയിട്ട് വരുന്നത് ആരാണ്? കഴുകൻ. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ മാനിനെയും അതുപോലെ തന്നെ കന്നുകാലികളെയും ഭക്ഷിക്കാനും വേട്ടയാടുന്ന കൈമാർക്കുണ്ട് കടുവയ്ക്ക്. ഓക്കെ, അപ്പൊ ഈ ഓരോ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അത് ഒന്നിന്റെ ഇവിടെ നമുക്കറിയാം ഈ പുല്ല് കണ്ടിന്യൂസ്ലി പുൽച്ചാടി തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുല്ല് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാനുകളും കന്നുകാലികളും പുൽമേടുകളിലെ പുല്ല് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അവിടെയുള്ള പുൽമേടുകളുടെ എണ്ണം കുറയുക ചെയ്യുക. അപ്പൊ അതിന്റെ എണ്ണം കുറയാതിരിക്കാനാണ് ആര് ഇവിടെ ഈ ഒരു ശൃംഖലയിലെ കടുവകളുടെ പ്രധാന ഇമ്പോർട്ടൻസ്, അത് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഓക്കെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കരയിലെ ആവാസ വ്യവസ്ഥയും കരയിലെ ഭക്ഷ്യശൃംഖലയും കുറിച്ചാണ്. കാരണം കരയിലെ ജൈവവൈവിധ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊക്കെ മൃഗങ്ങൾ പരസ്പരം ആശ്രയിച്ചുകൊണ്ട് പരസ്പരം ഓരോ കണ്ണികളായിട്ട് ഒന്നൊന്നിനെ ഭക്ഷണമാക്കിയിട്ട് അങ്ങനെ ജീവിച്ചു പോകും. അതേപോലെ തന്നെ കടലിലും ഇത്തരത്തിലൊരു സിസ്റ്റമാണ്. എന്നാലല്ലേ കടലിലെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ കടലിലെ ജൈവവൈവിധ്യം നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. സാധാരണയായിട്ട് നമുക്കറിയാം ധാരാളം മീനുകൾ കടലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ മീനുകളും ചെറിയ മീനുകളും ഒക്കെ നമുക്ക് കടലിൽ കാണാൻ കഴിയും. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്രാവുണ്ട്, മത്തി, ചെറുമീനുകൾ, കടലാമകൾ, പ്ലവകങ്ങൾ. ഇവിടുത്തെ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ജലാശയത്തിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന, അതായത് ജലാശയങ്ങൾ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ്. എന്താണ് ഉൽപാദകർ? നമുക്കറിയാം നമ്മുടെ ഈ ഒരു കരഭാഗത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൽപാദകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിത ഗൃഹസസ്യങ്ങളാണ്. സസ്യങ്ങളാണ് നമ്മുടെ ഉൽപാദക. സസ്യങ്ങൾ നമുക്കറിയാം ആഹാരം നിർമ്മിക്കും. ഈ ആഹാരമാണ് പിന്നീട് മൃഗങ്ങൾക്കും അതുപോലെ തന്നെ ആ സസ്യത്തിന്റെ പൂർണ്ണ വളർച്ചയിലേക്കും സഹായിക്കുന്നത്. അതുപോലെ തന്നെ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണെങ്കിൽ പ്ലവകങ്ങൾ. പ്രകാശ സംശ്ലേഷണം, അതിന്റെ ആഹാര നിർമ്മാണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലും വരുന്ന ക്ലാസ്സുകളിലും പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കടലിലുള്ള ഒരു ജീവിയുടെ ആഹാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. സ്രാവാണെങ്കിൽ സാധാരണ ഇതിൽ കണവ, മീൻ, കടലാമകളെ ഭക്ഷണമാക്കും. മത്തിയാണെങ്കിൽ ചെറുമീനുകളെയും പ്ലവകങ്ങളെയും ഭക്ഷണമാക്കുന്നു. കടലാമ സസ്യഭാഗങ്ങൾ, മീനുകൾ, ചെറുമീനുകളാണെങ്കിൽ പ്ലവകങ്ങൾ. അപ്പൊ ഈ ഒരു ടാബിൾ വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ശൃംഖല നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അല്ലെ? ഈ ഒരു ടാബിൾ വെച്ചിട്ട് നമുക്കൊരു ഭക്ഷ്യ ശൃംഖല നേരത്തെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കാം. നിങ്ങൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അതിന് എങ്ങനെയാണ് നമുക്ക് ശൃംഖല ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ പറഞ്ഞു സസ്യഭാഗങ്ങളുണ്ട് അല്ലെ? സോറി, നമ്മൾ പറഞ്ഞു സസ്യഭാഗങ്ങളുണ്ടെന്ന് അല്ലെ? ഈ സസ്യഭാഗങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞു. തരാം കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു സസ്യഭാഗങ്ങളുണ്ട് അല്ലെ? ഈ സസ്യഭാഗങ്ങൾ
കടലിലും ഇതുപോലെ തന്നെ സസ്യഭാഗങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ, കരയിലുള്ള പോലെ. അതാണ് പ്ലവകങ്ങൾ എന്ന്. സസ്യഭാഗങ്ങൾ ആര് ഭക്ഷണമാക്കുന്നുണ്ട്? കടലാമ. നമുക്ക് ഈ ടേബിൾ നോക്കിയത് മനസ്സിലാവും. സസ്യഭാഗങ്ങളെ കടലാമ ഭക്ഷണമാക്കുന്നു. ഈ കടലാമയെ ആര് ഭക്ഷണമാക്കുന്നു? സ്രാവ് ഭക്ഷണമാക്കുന്നു. ഓക്കെ, ഇതൊരു ആഹാര ശൃംഖലക്ക് ഉദാഹരണമാണ്. സസ്യഭാഗങ്ങളെ കടലാമതാക്കുന്നു, കടലാമയെ നമ്മൾ ആര് ഭക്ഷണമാക്കുന്നു? സ്രാവ് ഭക്ഷണമാക്കുന്നു. ഇത്തരത്തിൽ നിരവധി എന്താ പറയാ ഭക്ഷ്യശൃംഖലകൾ നമുക്ക് എന്താ ചെയ്യാം ഇവിടുന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇതിന് കുറെ ഭക്ഷ്യശൃംഖല ഉണ്ടാക്കാം. അതുകൂടെ നമുക്കറിയാം പ്ലവകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ പ്ലവകങ്ങൾ നമ്മൾ പറഞ്ഞു, പ്ലവകങ്ങളെ ആരെ ഭക്ഷണമാക്കുന്നത്? ചെറുമീനുകളാണ്. ഈ ചെറുമീനുകൾ ആരെ ഭക്ഷണമാക്കുന്നുണ്ട്? മത്തി ഭക്ഷണമാകുന്നു. ഈ മത്തി എന്തിനു ഭക്ഷണമാക്കാം? സ്രാവിന് ഭക്ഷണമാക്കാം. കാരണം സ്രാവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മത്തി എന്താണ്? ഒരു ചെറുമീൻ തന്നെയാണ്. ഇങ്ങനെ ധാരാളം ഭക്ഷ്യശൃംഖലകൾ നമുക്ക് ഇവിടെ നിന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ നോട്ടുകളിൽ എഴുതാം. ഓക്കെ, ഇത്തരത്തിലുള്ള ഭക്ഷ്യശൃംഖല ജാലങ്ങൾ കറക്റ്റ് ചെയ്യാനും കൂടുതൽ ശൃംഖലകൾ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞത് എന്താണ്? കരയിലെ ഭക്ഷ്യശൃംഖലയെ കുറിച്ച് പറഞ്ഞു, കടലിലെ ഭക്ഷ്യശൃംഖലയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ധാരാളം ഭക്ഷ്യശൃംഖലകൾ ഉണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്താണ് നിലനിൽപ്പിനായിട്ട് നമ്മൾ പറഞ്ഞു, നിലനിൽപ്പിനായിട്ട് എല്ലാവർക്കും എന്തുണ്ട്? ആവാസ വ്യവസ്ഥകളുണ്ട്. ഓരോ ആവാസ വ്യവസ്ഥയുടെയും പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാവേണ്ട ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രധാന കോമൺ ഇപ്പൊ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ജലാശയം ഉണ്ട്, നല്ല വെളിച്ചമുണ്ടല്ലേ, വെളിച്ചമുള്ളൊരു സ്ഥലമാണ്. അപ്പൊ എന്ത് ആവശ്യമുണ്ട്? നല്ല വായുണ്ട്, വൃക്ഷങ്ങളുണ്ട്, ആഹാരമുണ്ട്. ഇതൊക്കെ ഒരു കോമൺ ആയിട്ടും ഒരു വാസസ്ഥലത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. സാധാരണ ഇതിലെ ഒരുവിധം ജീവികൾക്കൊക്കെ എന്താണ്? ഒരു സൂര്യപ്രകാശത്തിന്റെ ലഭ്യത ആവശ്യമുള്ള ജീവികളായിരിക്കും. റെയർ ആയിട്ട് കുറഞ്ഞ ജീവികൾക്ക് മാത്രമാണ് സൂര്യപ്രകാശത്തിന്റെ ലഭ്യത ആവശ്യമില്ല. നമുക്കറിയാം മൂങ്ങയുടെ കേസിലാണെങ്കിൽ മൂങ്ങയുടെ ഇരപിടുത്തം എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ്. കാരണം അവിടെ കണ്ണുകളുടെ പ്രത്യേകതയാണത്. രാത്രി കാലങ്ങളിലാണ് മൂങ്ങയ്ക്ക് പകൽ സമയത്തേക്കാളും കണ്ണിന് കാഴ്ച കൊടുക്കും. ഓക്കെ, അത്തരത്തിൽ ചില ജീവികൾ എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? ഓക്കെ, മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്? ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ വേണം. അല്ലെ, ജലാശയങ്ങളാണ് മത്സ്യങ്ങൾ ഉണ്ടാകുക. അതുകൂടാതെ എന്താണ് പറയുന്നത്? സൂര്യപ്രകാശമാണ്. ജലസസ്യങ്ങളുമാണ്. എന്തിനാണ് ജലസസ്യങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ജലസസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ മീനുകൾ എന്താണ്? അവരിൽ ചെറിയ ചെറിയ സസ്യങ്ങൾ ഭക്ഷണം അവയ്ക്ക് ഭക്ഷണമാക്കാൻ ആര് സഹായിക്കുന്നത്? ജലസസ്യങ്ങൾ സഹായിക്കുന്നത്. അത്തരത്തിൽ ജലസസ്യങ്ങളും വായുവും സൂര്യപ്രകാശവും എന്താണ്? ഒരു മീനിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ജീവനുള്ള വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. ഇതിൽ ജീവനുള്ള വസ്തുക്കൾ ഏതാണ്, ജീവനില്ലാത്ത വസ്തുക്കൾ ഏതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്താണ് ജീവനുള്ള വസ്തുക്കൾ? ഒരു അല്ലെ, അതൊരു ജീവനുള്ള വസ്തുവാണ്. ഞണ്ട്, ഒച്ച്, തവള, മീന്, പുൽച്ചാടി, താറാവ്, ആമ, ധാരാളം ജീവികളുണ്ട്. ഇതൊക്കെ എന്താണ്? ജീവനുള്ള വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഉദാഹരണമാണ് പുല്ല്, പിന്നെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. വായു അല്ലെ, ഈ ജലാശയം ഒക്കെ എന്താണ്? നമുക്ക് ജീവനില്ലാത്ത വസ്തുവായിട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മൾ ഈ ഒരു ഇവിടെ പറയുന്നത്. അതായത് എന്താണ് നിലനിൽപ്പിനുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ആവശ്യമാണ്, പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ പറയും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും ആവാസം. എന്താണ് ആവാസം? നമ്മൾ പറഞ്ഞ ജീവികൾക്ക് ഭക്ഷണം കിട്ടുന്ന ഏരിയയിലാണ് ആ ജീവികൾ പ്രധാനമായിട്ടും അവരുടെ ആവാസമായിട്ട് കൺസിഡർ ചെയ്യും. നമുക്കറിയാം, നമുക്കുള്ള വീട് നമ്മളൊക്കെ എന്തിനാണ് വീട് കെട്ടുന്നത്? നമുക്ക് സുരക്ഷിതമായിട്ട് ആ വീടുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് മഴയിൽ നിന്നും കാറ്റിൽ നിന്നും തുടങ്ങിയിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഭക്ഷണങ്ങൾ നമുക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു വീട് എന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകും. അതിനാണ് നമ്മൾ വീട് കെട്ടുന്നത്. അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് എന്താണ്? ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അവർക്കൊരു അതായത് നിരവധി ജീവികൾ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ എന്ന് പറഞ്ഞ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണ് വയൽ. നമ്മൾ പറഞ്ഞു വയൽ നേരത്തെ നമ്മൾ പറഞ്ഞ വയലിലെ ചെറിയ ചെറിയ വയലോരങ്ങളിൽ നടക്കുന്ന ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ, ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാകും, ഞണ്ടുകൾ ഉണ്ടാകും, പിന്നെ പാമ്പുകൾ ഉണ്ടാകും. പാമ്പുകളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ ഉണ്ടാകും, പുൽച്ചാടികൾ. അവിടെ നിന്ന് ഒരു വലിയ ഒരു ജൈവ വൈവിധ്യത്തിന് ഉദാഹരണം തന്നെയാണ് വയലോരങ്ങൾ എന്ന് നമുക്ക് പറയാം. നമ്മൾ ഇവിടെ ഒരു ഉദ്യാനമാണ്. ഈ ഉദ്യാനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ചെടികളാണ്, പൂക്കളും പ്രധാനമായിട്ടും ഉദ്യാനം.
ഇവിടെ സാധാരണഗതിയിൽ വന്നു പോകുന്ന ആൾക്കാരാണ് പൂമ്പാറ്റകളും പുൽച്ചാടികളും തുമ്പികളും. ഇതും ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു നിരവധി ആവാസ വ്യവസ്ഥകളുണ്ട്. ഇവിടെ കുറച്ച് ആവാസ വ്യവസ്ഥകൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ കൂടുതൽ ആവാസ വ്യവസ്ഥകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. ഓരോ ആവാസ വ്യവസ്ഥയുടെയും പ്രത്യേകത എന്താണ്, അവിടെ കാണപ്പെടുന്ന ജീവജാലങ്ങളുടെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യും. ഈ പറഞ്ഞ ആദ്യത്തെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പുൽമേടാണ്. പുൽമേടുകളുടെ പ്രത്യേകത എന്താ? ധാരാളം പുല്ലുള്ള ഏരിയയായിരിക്കും പുൽമേടുകൾ. അതുകൊണ്ട് തന്നെ കന്നുകാലികൾ, മുയൽ, മുയൽ ചെറിയ രീതിയിലുള്ള മുയലുകൾക്ക് പ്രധാനമായിട്ടും സസ്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവരുടെ സസ്യം ഒരു കോമണർ, എല്ലാ പുല്ലുകളും അവർ ഭക്ഷിക്കില്ല. അവ ഭക്ഷിക്കുന്ന പുല്ലുകൾ സെപ്പറേറ്റ് തന്നെ. പുൽമേടുകൾ സാധാരണ ആട്, പശു പോലുള്ള ജീവികളൊക്കെ സാധാരണഗതിയിൽ പുൽമേടുകളിലേക്ക് പോകും. കാരണം അവരുടെ ഭക്ഷണം കിട്ടുന്നത് അവിടെ, അത് അവരിലേക്ക് പോകും. ഇതെന്താണ് ഇവിടെ അടുത്ത ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ അടുത്ത ആവാസം എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. മരുഭൂമിയുടെ പ്രത്യേകത നമുക്ക് വിട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. അവിടെ സാധാരണ നമുക്ക് ഈ മരുഭൂമികളിൽ താമസിക്കാൻ കഴിയുന്ന ജീവികൾ പ്രധാനമായിട്ടും അവയ്ക്ക് എന്താണ് ടെമ്പറേച്ചർ അഥവാ താപനിലയും ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ജീവികളാണ് ഇവിടെ ജീവിക്കുക. ഒട്ടകങ്ങൾ എന്ന് പറയാം, എത്രയോ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ഒട്ടകങ്ങൾക്ക് മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ അവരുടെ വയറിനുള്ളിൽ വെള്ളം സംഭരിക്കാനുള്ള ഒരു കഴിവായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാട്ടമിക്കൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒട്ടകത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ വലിയ ക്ലാസുകൾ നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണെങ്കിൽ ഈ വെള്ളം സംഭരിക്കാനുള്ള ഒരു കഴിവായിട്ടുണ്ട് ഒട്ടകത്തിനുണ്ട്. അതുകൊണ്ടാണ് ഒട്ടകത്തിന് ഈ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയുന്നത്. പിന്നെ മരുഭൂമികളിൽ നമുക്കറിയാം ചെറിയ ചെറിയ സസ്യങ്ങളൊക്കെ വളരുന്നുണ്ട്. ആ സസ്യങ്ങൾ വളരുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ അത് നമ്മൾ വിളിക്കും മരുപ്പച്ച എന്ന് വിളിക്കും. നമുക്കറിയാം എങ്ങനെയാണ് ഇവിടെ സസ്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ, എങ്ങനെയാണ് ഇവിടെ സസ്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വരണം. ഞാനൊരു ക്ലൂ തരാം. ഇവിടെ സസ്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സസ്യഭാഗങ്ങളിൽ അതിനേതായ പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെന്റുകൾ അല്ലെങ്കിൽ പ്രത്യേക തരത്തിൽ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട് അവരുടെ സസ്യത്തിന്റെ ബോഡി അഥവാ സസ്യത്തിന്റെ ഭാഗം. ഓക്കെ, ഒരു ചെറിയൊരു ക്ലൂ ആണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ വരണം. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകളാണ്. കണ്ടൽ കാടുകൾ സാധാരണഗതിയിൽ പുഴയോട് ചേർന്നാണ് കണ്ടൽ കാടുകൾ നമുക്ക് കാണാൻ കഴിയുക. ഈ കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. ഈ കണ്ടൽ കാടുകളിലെ വലിയ വലിയ മരങ്ങൾ പോലെയാണ് കണ്ടൽ കാടുകൾ അത് നിൽക്കുക. സോ അതുകൊണ്ട് തന്നെ ധാരാളം പക്ഷി മൃഗാദികളുടെ ആവാസ വ്യവസ്ഥയായിട്ട് കണ്ടൽ കാടുകൾക്ക് നിൽക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലുണ്ടാകുന്ന ജലവും ലവണങ്ങളും അവ വലിച്ചെടുത്തുകൊണ്ട് അവർ വെള്ളത്തിൽ നിന്നും ജലത്തിൽ നിന്നും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലവണങ്ങളൊക്കെ ഉണ്ടെന്ന് വലിച്ചു കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുക വളരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള വെള്ളം എപ്പോഴും എന്തായിരിക്കും, നല്ല ഓക്സിജൻ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടാണ് കണ്ടൽ കാടുകൾ നമ്മൾ കാണുന്നത്. അടുത്ത പ്രദേശം നമ്മൾ പറയാം ഹിമപ്രദേശം, മഞ്ഞു പ്രദേശങ്ങൾ. നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ രണ്ടറ്റത്ത് അന്റാർട്ടിക്കയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണ്. അവിടെ ഏറ്റവും തണുപ്പുള്ള ഈ പ്രദേശങ്ങളിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവിടെ ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന പേരാണ് എസ്കിമോകൾ. അതായത് ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് സാധാരണഗതിയിൽ ഇവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇഗ്ലൂ പോലുള്ള ഹൗസുകളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇഗ്ലൂവിനെ കുറിച്ച് പഠിച്ചിട്ടാണ്. അതായത് ഐസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട വീടുകളാണ് ഇഗ്ലൂകൾ. പിന്നെ അവരുടെ ആഹാര രീതിയായാലും അവരുടെ ജീവിതശൈലി ആയാലും മറ്റുള്ളവരിൽ നിന്നും വളരെയധികം ഡിഫറെന്റ് ആണ്. നമ്മളെ പോലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ എല്ലാവരും എത്ര തണുപ്പാണെന്നുണ്ടെങ്കിലും അവർക്ക് അതിനെ സർവൈവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതശൈലിയാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം മൃഗങ്ങളും അവിടെ എന്താണ് ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മൃഗങ്ങളാണ് ഹിമക്കരടികൾ, ഹിമപ്പുലികളൊക്കെ എന്താണ് അവിടെ ജീവിക്കുന്ന പ്രധാന മൃഗങ്ങളാണ്. ഇവക്കൊക്കെ അവർ ജീവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞ് മരുഭൂമിയിൽ ജീവിക്കാനുള്ള ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ള മൃഗങ്ങളാണ് അവിടെ ജീവിക്കുക. അതുപോലെ തന്നെ തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഒരു പുതപ്പ് പോലുള്ള ആവരണം ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് അതാണ് അവരെ അവിടെ ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ആവാസ വ്യവസ്ഥയെ പറഞ്ഞു. ഇതിലുള്ള ആവാസ വ്യവസ്ഥകളായിട്ടൊക്കെ നമ്മൾ പുൽമേട്, മരുഭൂമി, കണ്ടൽ കാടുകൾ, ഹിമപ്രദേശം. ഇത് ആഹാരക്കാടാണ്. നമുക്കറിയാം ആഹാരക്കാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറെ ഭക്ഷ്യശൃംഖലകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഭക്ഷ്യശൃംഖലകളാണ് പറഞ്ഞത്? ഓക്കെ, ഓരോ ജീവിയെ കുറിച്ച് പറഞ്ഞു. ആ ജീവി ഏതൊക്കെ തരത്തിലുള്ള ആഹാരങ്ങളാണ്.
ഒരു ജീവനെ കൺസിഡർ ചെയ്ത് ഇവിടെ കാക്കയെ നമുക്ക് എല്ലാവർക്കും സുലഭമായിട്ട് കാണുന്ന ഒരു ജീവിയാണിത് കാക്ക എന്നത്. കാക്കയുടെ പ്രത്യേകത, കാക്കയുടെ പ്രധാന ആഹാരം എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിലൊരു ഒമ്നിവോറസ്, എന്ത് ഭക്ഷിക്കുന്ന എല്ലാം കഴിക്കുന്ന ഒരു കൂട്ടത്തിൽ പെടുന്ന ആളാണ് എന്ത് പറഞ്ഞാൽ കാക്ക എന്ന് പറഞ്ഞു. കാക്കയുടെ പ്രധാന ആഹാരങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തെല്ലാം നോക്കാം. ചെറുമീനുകൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള വേസ്റ്റുകളിൽ നിന്നൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊത്തി കൊത്തി കഴിക്കുന്ന ഒരാളാണിത് കാക്ക. കാക്കയെ നമുക്കൊരു പരിസരം വൃത്തിയാക്കുന്ന ഒരു പക്ഷിയായിട്ട് നമ്മൾ കാക്കനെ കാണാറുണ്ട്. കാക്കനെ കാണാൻ ഭംഗിയില്ലെങ്കിലും നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞു ആടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആടെന്ന് പറഞ്ഞ ഒരു സസ്യബുക്കിന് ഉദാഹരണമാണ്. അതായത് അവരുടെ സസ്യങ്ങളാണ് പ്രധാനമായിട്ടും അവരുടെ ഭക്ഷണം എന്നത്. പുല്ല്, ഇലകൾ, ധാന്യങ്ങളൊക്കെ വേണ്ടിയ ആട് പ്രധാനമായിട്ടും കഴിക്കുന്നത്. ഇത്തരത്തിൽ മറ്റു ജീവികൾ ആഹാര പദത്തിൽ നിങ്ങൾ നിർമ്മിക്കാൻ നോക്കണം. ഓക്കെ, നമ്മൾ ആഹാര കഥകൾ പറഞ്ഞു. അടുത്തതായിട്ട് കൂടിയാലും കുറഞ്ഞാലും, അതായത് നമ്മൾ പറഞ്ഞു ധാരാളം ആഹാര ശൃംഖലകൾ എവിടെയുണ്ട്. ആഹാര ശൃംഖലയുടെ കലവറയാണ് നമുക്ക് എന്ത് പറയാം, ആഹാര ശൃംഖലയുടെ ഒരു കലവറയാണ് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചം എന്ന് പറയാം. ഈ ഇത്തരത്തിലുള്ള ഈ ആഹാര ശൃംഖലകളൊക്കെ നമുക്കറിയാം ഒരു ജീവിയെ മറ്റൊരു ജീവി ഭക്ഷിക്കുന്നു. അപ്പം ഒരു സംശയം ഉണ്ടാവും, ജീവിയെ ഭക്ഷിച്ചു കൊണ്ടേയിരുന്നാൽ ആ ജീവിയുടെ നിലനിൽപ്പിന് അത് പ്രശ്നമില്ലേ എന്ന് തോന്നും. ഇതെന്താണ്, പ്രശ്നമാണോ അതോ അത് നമ്മുടെ പ്രപഞ്ചത്തിന് ഗുണകരമാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ഈ ഒരു ശൃംഖല കൺസിഡർ ചെയ്യാം. ഈ ശൃംഖലയിൽ നമുക്കറിയാം പുല്ല് അഥവാ സസ്യം. സസ്യത്തിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു. ഈ പുൽച്ചാടിയെ നമുക്കറിയാം കോഴി ഭക്ഷിക്കും. പിന്നെ ആരാണ് കുറുക്കനാണ്. കുറുക്കൻ ആരെ ഭക്ഷിക്കും? കോഴി. കുറുക്കനും കോഴിയും വളരെ നല്ല ശത്രുക്കളാണെന്ന് നമുക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നത് അല്ലെ. ഈ കോഴി ആര് ഭക്ഷിക്കും? കുറുക്കൻ ഭക്ഷിക്കും. കുറുക്കനെ ആര് ഭക്ഷിക്കും? കടുവ ഭക്ഷിക്കും. അതുപോലെ തന്നെ പുല്ല് കഴിക്കുന്ന, നമുക്ക് ഇവിടെ വേറെ ഒന്നുകൂടി നിരക്കാം. അതായത് പുല്ല് കഴിക്കുന്ന ഒരാളാണിത് കാട്ടുപോത്ത്. ഈ കാട്ടുപോത്തിനെ ആര് ഭക്ഷിക്കും? കടുവ ഭക്ഷിക്കും. പിന്നെ മാനുണ്ട്, പുല്ല് ഭക്ഷിക്കും. മാനിനെ ആര് ഭക്ഷിക്കും? കടുവ ഭക്ഷിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എല്ലാരും കടുവ ഭക്ഷിക്കണം, അപ്പൊ ഇവർക്കൊന്നും ജീവിക്കണ്ടേ അല്ലെ. ഇവരെല്ലാം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ല് അഥവാ സസ്യങ്ങളുടെ ക്രമാതീതമായിട്ടുള്ള കുറവാണ്. ആ ഒരു കുറവിനെ നികത്താനായിട്ടാണ് കടുവയെ നമ്മൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാം ധാരാളം കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ നമ്മുടെ ഇന്ത്യയിലും ലോകത്തും ഒട്ടാകെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കടുവ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഈ പുൽമേടുകളൊക്കെ നമുക്ക് എന്താണ് ആവശ്യമുള്ള ഘടകമാണ്. ഈ പുൽമേടുകളൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ മൊട്ടക്കുന്നുകളാണ്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ ജൈവ വൈവിധ്യം അവിടെ നഷ്ടപ്പെടും. ഈ ജൈവ വൈവിധ്യം നഷ്ടപ്പെടാതെ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് കടുവകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ശൃംഖല നോക്കിയാൽ മനസ്സിലാവും കടുവകൾക്ക് പ്രാധാന്യമുണ്ടെന്ന്. ഇവിടെ ഒരു കടുവ ഇല്ല എന്നുണ്ടെങ്കിൽ മാനുകളുടെ പെറ്റു പെരുകും. മാനുകൾ പെരുകുന്നതിനനുസരിച്ച് എന്താണ് ഈ സസ്യങ്ങളുടെ അളവ് കുറയുകയാണ് ചെയ്യുക. പിന്നീട് സസ്യങ്ങളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാനുകൾ വളർന്നുകൊണ്ടേയിരിക്കും. സസ്യം മാത്രമാണ് മാനുകൾ കഴിക്കുക, വേറെ വെള്ളം കുടിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് ആ ഒരു ആവാസ അല്ലെങ്കിൽ ആ ഒരു ഭക്ഷ്യ ദൗർലഭ്യത്തിന് കാരണം. ഈ ഒരു ദൗർലഭ്യം കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് സഹായിക്കുന്നത്? കടുവ ഇവിടെ സഹായിക്കും. അപ്പൊ കടുവ ഒരു ശത്രു മാത്രമല്ല, നല്ലൊരു മിത്രം കൂടിയാണ് നമുക്ക്. ഓക്കെ, എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കടുവ സംരക്ഷണം. എന്ന് പറഞ്ഞു ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായി സംരക്ഷിക്കപ്പെടുന്നു. പറഞ്ഞു കടുവയുടെ സംരക്ഷണത്തിനുള്ള എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് എന്നതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഓക്കെ, ഈ ഒരു ജീവിയെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കാണുന്ന ചില വീടുകളിലൊക്കെ നമുക്ക് വളരെയധികം കൗതുകത്തോടു കൂടി കാണുന്ന ഒരു മീനാണത്. ആഫ്രിക്കൻ നമ്മൾ മുജ്ജി എന്നും പറയും, മുയ്യ എന്ന് പറയും. ആഫ്രിക്കൻ മുഷി എന്നാണ് അതിന്റെ ശരിയായ നാമം.
ആഫ്രിക്കൻ മുഷ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം മത്സ്യമാണ് ആഫ്രിക്കൻ മുഷ. ഈ ആഫ്രിക്കൻ മുഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന നമ്മുടെ സാധാരണ ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മീനുകളൊക്കെ എന്ത് ചെയ്യും, നാടൻ മത്സ്യങ്ങളൊക്കെ ഇവയെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള നാടൻ മത്സ്യങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയും. ഈ മുയ്യ് അഥവാ ആഫ്രിക്കൻ മുഷിയുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. ഈ ആഫ്രിക്കൻ മുഷിനെ കഴിക്കാൻ മാത്രമുള്ള ആൾക്കാരൊന്നും നമ്മുടെ സാധാരണ ജലാശയങ്ങളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ വളർച്ച എന്ന് പറഞ്ഞിട്ട് ഗുരുതരമായിട്ട് നമുക്ക് എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട്, അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആരുണ്ടാക്കുന്നത്, ഈ ആഫ്രിക്കൻ മുഷികൾ ഉണ്ടാക്കുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആ അവസ്ഥന് എന്ത് സംഭവിക്കും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ ഉണ്ടാകുന്ന ജലാശയങ്ങളിലെ മീനുകളെല്ലാം അവ ഭക്ഷിക്കും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളുടെ എണ്ണം കുറയും. ഗണ്യമായിട്ടുള്ള കുറവിൽ ആഫ്രിക്കൻ മുഷകൾ ഗുരുതരമായിട്ട് എന്താണ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് നമുക്ക് പ്രശ്നമാക്കി. ഇത്തരത്തിൽ അധിനിവേശമുള്ള ധാരാളം ജീവജാലങ്ങൾ എന്താണ് പുറം രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളിലേക്ക് എത്തി. അതിനൊരു എക്സാമ്പിൾ ആണ് വാട്ടർ ഹയാസിന്റെ, അഥവാ നമുക്കറിയാം നമ്മള് വാട്ടർ ഹയാസിന്റെ എന്ന് പറയും. അതായത് നമ്മൾ പായലും പൂപ്പലൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ പായൽ കൊടുക്കുന്നത് ഒക്കെ ഇതിന് വളരെ പെട്ടെന്നാണ് അതിന്റെ വളർച്ച നടക്കുന്നത്. അതായത് അതിന് സ്ഥലം കൊടുത്ത് ആ സ്ഥലം മുഴുവൻ അതിൻ്റെതായിട്ടുള്ള അധിനിവേശത്തിലേക്ക്. ഇത്തരത്തിൽ ജീവവർഗം നമ്മുടെ ജീവവൈവിധ്യത്തിന് നല്ലതാണോ അതോ ജീവവൈവിധ്യത്തിനെ എത്തരത്തിലാണ് ബാധിക്കുന്നത് എന്ന് കണ്ടെത്തി വരണം. ഓക്കെ, ഇതൊക്കെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോടും മുതിർന്ന ആൾക്കാരോട് ചോദിക്കും. ഇത്തരത്തിൽ അധിനിവേശത്തിനുമായി കൊണ്ടുവന്ന മറ്റു ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ഉദാഹരണം. ഓക്കെ, എന്ന് പറഞ്ഞു നമ്മൾ ഈ പാഠം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ആഹാരബന്ധം വെച്ചാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ആഹാരബന്ധം നമ്മൾ ധാരാളം ഒരു ശൃംഖല കാണുന്നുണ്ട്. ഈ ശൃംഖലയിലെ അവസാന കണ്ണിയായിട്ട് നമുക്ക് വൾച്ചർ അഥവാ കഴുകനെയാണ് കാണപ്പെടുന്നത്. നമുക്ക് ഇതിലൊരു ആഹാര ശൃംഖല കൺസിഡർ. സസ്യത്തിനെ ആര് കഴിക്കും? പുൽച്ചാടി കഴിക്കും. പുൽച്ചാടിയെ തവള കഴിക്കും. തവളയെ പാമ്പ് കഴിക്കും. പാമ്പിനെ ആര് കഴിക്കും? കഴുകൻ. അതേപോലെ തന്നെ സസ്യത്തിനെ പുഴു കഴിക്കും. പുഴുവിനെ കോഴി കഴിക്കും. കോഴിയെ കുറുക്കൻ കഴിക്കും. കുറുക്കനെ ആര് കഴിക്കും? കഴുകൻ കഴിക്കും. സസ്യത്തിനെ ആര് കഴിക്കും? അണ്ണാൻ കഴിക്കും. അണ്ണാനെ ആര് കഴിക്കും? പൂച്ച കഴിക്കും. പൂച്ച ആര് കഴിക്കും? കഴുകൻ കഴിക്കും. ഓക്കെ, ഇങ്ങനെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരു കാര്യമുണ്ട്, ഇതിലെല്ലാത്തിലും അവസാനത്തെ കണ്ണിയായിട്ട് നമ്മൾ നേരത്തെ കടുവനെ കണ്ടുപോലെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള ഒരാളാണ് കഴുകൻ. ഫസ്റ്റിലെ കണ്ണി ആരാണ്? സസ്യമാണ്. ഈ കഴുകനാണ് അപ്പൊ ഇവിടുത്തെ ജൈവ വൈവിധ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു ആഹാര ശൃംഖലയെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കഴുകനാണ്. നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ ഒറ്റ ശ്രേണിയിലെ ഒരു ആഹാര ശൃംഖലയ്ക്ക് നമ്മൾ ഉദാഹരണം എടുത്തിട്ടുണ്ട്. സസ്യമുണ്ട്, പുഴുവുണ്ട്, കോഴിയുണ്ട്, കുറുക്കനുണ്ട്, കഴുകനുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം ശ്രേണികൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് ഉണ്ടാക്കാവുന്നതുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ആഹാര ശൃംഖലാജാലത്തിന്റെ ഒറ്റ ശ്രേണിയുള്ള ഒരു ആഹാര ബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞ ആഹാര ശൃംഖലാജാലം. അതായത് എന്താണ് ആഹാര ശൃംഖലാജാലം? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ഈ ആശ്രയിച്ചാണ് ഒരു ശൃംഖല വരെയാണ് ആ ആശ്രയം നടക്കുന്നത്. ആ ശൃംഖലയാണ് ആഹാര ശൃംഖല. ഇത്തരത്തിൽ ഒറ്റ ഒരു ശൃംഖലയാണെങ്കിൽ ആഹാരജാലത്തിലെ ഒരൊറ്റ ശ്രേണിയിലെ ആഹാര ബന്ധമാണെങ്കിൽ അതിനെ ആഹാര ശൃംഖല എന്നും അഥവാ ഫുഡ് ചെയിൻ എന്നും, അത് കൂടുതൽ ശൃംഖലകൾ കൂടിച്ചേരുമ്പോൾ അതിനെ ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്നും പറയുന്നു. ഇവിടെ ഒന്നാമത്തെ കണ്ണി നമ്മൾ പറഞ്ഞു പുല്ല്, അവസാനത്തെ കണ്ണി കഴുകൻ. ഇത്തരത്തില് നമുക്ക് ഈ ചിത്രം കൺസിഡർ ചെയ്താൽ ധാരാളം കിട്ടും. ഒന്നാമത്തെ കണ്ണിയായിട്ട് ഇവിടെ പുല്ല് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, പുൽച്ചാടിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോഴും ഇവിടെ ആരാണ് വരുന്നത്? കഴുകനാണ് വരുന്നത്. പിന്നെ ഇവിടെ ഓക്കെ, സസ്യത്തിനെ കൺസിഡർ ചെയ്തു ഫസ്റ്റത്തെ കണ്ണി. അപ്പൊ ലാസ്റ്റത്തെ കണ്ണിയായിട്ട് നമുക്ക് ഇവിടെ പാമ്പിനെ വരും, കാരണം അണ്ണാനെ ഭക്ഷിക്കുന്ന പാമ്പ്. അങ്ങനെ ധാരാളം നമുക്ക് ഈ ഒരു ചിത്രഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നോക്കിയിട്ട് വരണം. ഓക്കെ, ഇതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ കരുതുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ട് കരുതുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ആഹാര ശൃംഖലയെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു. ആഹാര ശൃംഖലയെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ സസ്യ ബുക്കുകളുണ്ട്. ഓക്കെ, സസ്യ ബുക്കുകളുണ്ട്,
മാംസബുക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ജീവിക്കും എന്താ ഓരോ ജീവിക്കും വിവിധങ്ങളായിട്ടുള്ള വാസസ്ഥലങ്ങളാണിത്. ഓക്കെ, അത് അവരുടെ ഭക്ഷണത്തിന്റെ അവരുടെ ജീവിത രീതികൾക്കും അനുയോജ്യമായിട്ടുള്ള വാസസ്ഥലങ്ങളാണ് ഓരോ ജീവിയും തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇത് വായിലോരം എന്ന് പറഞ്ഞ ഒരു വാസസ്ഥലത്തിന് ഉദാഹരണമാണ്. നമ്മൾ പറഞ്ഞ ഇത്തരത്തിലുള്ള ശൃംഖലകൾ പറഞ്ഞു. ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ. പിന്നെ ആഹാരത്തിന് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ജീവികളുടെ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. അതായത് ധാരാളം ജീവികളുടെ ഒരു ശൃംഖലയാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു കരയിലെ പോലെ തന്നെ കടലിലും ഇത്തരത്തിലുള്ള ഒരു ആഹാര ശൃംഖലാജാലമുണ്ട്. കരയിലെ ആഹാര ശൃംഖലാജാലത്തിൽ നമുക്ക് ഈ ഒരു ടാബിൾ നമ്മൾ ധാരാളം ശൃംഖലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ കൂടുതൽ ശൃംഖലകൾ നിങ്ങൾ ഉണ്ടാക്കുക. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് ജലാശയങ്ങൾ സുഗന്ധമായിട്ട് ഒഴുകി നടത്തുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അവയാണ് കടലിലെ അഥവാ സമുദ്രത്തിലെ ഉൽപാദകർ എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പറഞ്ഞു നിലനിൽപ്പിനായിട്ട് നമ്മൾ പറഞ്ഞു ആവാസ വ്യവസ്ഥകളുണ്ട്. ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഈ ആവാസ വ്യവസ്ഥയിൽ ഒരു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സ്ഥലമാണ്, അതായത് അവർക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. കിടപ്പിടം ഒരു കിടന്നുറങ്ങാൻ നമ്മളെ പോലെ തന്നെ അവർക്കും കിടന്നുറങ്ങും, അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ആവശ്യമുള്ളത്. ഒരു ജലാശയം എടുക്കുകയാണെങ്കിൽ ആ മീനിന്റെ നിലനിൽപ്പിന് ജലാശയത്തിലെ ജലം മാത്രമല്ല ആവശ്യം, അതിനാവശ്യമായ രീതിയിൽ വായു വേണം അഥവാ ഓക്സിജൻ വേണം, എന്നാലാണ് അതിന് ജീവിക്കാൻ കഴിയുക. അപ്പൊ വായു തരുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സൂര്യപ്രകാശം ആവശ്യമാണ്. പിന്നെ ജലസസ്യങ്ങളും ആവശ്യമുണ്ട്. ചെറുമീനുകൾക്ക് ഭക്ഷണമാക്കാനുള്ള ജലസസ്യങ്ങളും അവിടെ എന്താണ് ആവശ്യമാണ്. പിന്നെ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും നമുക്കതിന് നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ നമ്മൾ ആവാസ വ്യവസ്ഥയിലെ മറ്റൊരു കാര്യങ്ങളൊന്നും പറഞ്ഞു. ധാരാളം ആവാസ വ്യവസ്ഥകളുണ്ട്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത് ധാരാളം ആവാസ വ്യവസ്ഥകളുണ്ട്. അതിൽ കുറച്ച് ഉദാഹരണം മാത്രമാണ് ഈ 4 ആവാസ വ്യവസ്ഥകൾ. ഇതുകൂടാതെ ധാരാളം ആവാസ വ്യവസ്ഥകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പുൽമേടുകളുണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയുണ്ട്, മരുഭൂമികളുണ്ട്, കണ്ടൽക്കാടുകളുണ്ട്, ഹിമപ്പുരടികൾ. ഇതൊക്കെ എന്താണ് ആവാസ വ്യവസ്ഥ ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള ഒരു ആഹാരകാല് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാം. എക്സാമ്പിളായിട്ട് ഒരു മാനിന്റെ നിങ്ങൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ കഴുകന്റെ ഒരു ആഹാരക്കാട് ഉണ്ടാക്കും. കാരണം കഴുകിന്റെ ആഹാരക്കാട് ഉണ്ടാക്കി നമുക്ക് ധാരാളം ആഹാരങ്ങൾ അല്ലെങ്കിൽ ജീവികളെ ഭക്ഷിക്കുന്ന ഒരു പക്ഷിയാണ് കഴുക്. ഓക്കെ, അത്തരത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഓരോ ജീവശൃംഖലയിലും നമ്മൾ പറഞ്ഞ ധാരാളം ആഹാര ശൃംഖലകളുണ്ട്. ഈ ആഹാര ശൃംഖലയിലെ ഓരോ ജീവിയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അപ്പൊ അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ എന്താണ് സഹായിക്കുന്നത് നമുക്ക് അറിയണം. അപ്പൊ അതിനെ സഹായിക്കുന്ന ആൾക്കാർ ആരാണെന്നുള്ളതാണ് ഈ ഒരു ശൃംഖല കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ശൃംഖലയിലെ പ്രധാന ഇതിന്റെ ആഹാര ശൃംഖലയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കുന്ന ആരാണ്, കടുവയാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഓരോ ആഹാര ശൃംഖല എടുക്കുമ്പോഴും അതിന്റെ കണ്ണിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ സന്തുലിതാവസ്ഥ നിർത്താനായിട്ട് പലതരം ജീവികളും നമുക്ക് ഇതിന് സഹായിക്കുന്നുണ്ട്. കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ഒരു ജീവിയാണ് കടുവ. കാരണം കടുവയാണ് ഒരുവിധം ജീവവർഗങ്ങളെ ഒക്കെ ഭക്ഷണമാക്കുന്ന, കടുവയെ ഭക്ഷണമാക്കുന്ന ജീവികൾ വളരെയധികം കുറവുണ്ട്. കാരണം കടുവയെ വേട്ടയാടി പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കടുവയുമായിട്ടുള്ള മൽപ്പിടുത്തം പൊതുവെ എന്തായിരിക്കും, കുറവായിരിക്കും. കടുവകളാണ് മറ്റു ജീവികളെ ആക്രമിക്കുക. നമ്മൾ അതിന്റെ എന്തുകൊണ്ടാണ് കുറെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്താണ് ഈ കടുവനെ സംരക്ഷിക്കുന്നത് നമുക്ക് തോന്നും. കാരണം കടുവകൾ നമുക്ക് അപകടമാണ്, നമ്മളെ കടുവകൾ എന്താ വേട്ടയാടി പിടിക്കുക. സോ ഇനിയും എന്തിനാണ് ഈ സംരക്ഷിക്കുന്നത് ആ ഒരു ക്വസ്റ്റിന് ഒരു ആൻസർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ കടുവകളെ സംരക്ഷിക്കേണ്ടതാണോ അല്ലേന്ന് ഇപ്പൊ മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് അധിനിവേശക്കാർ, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നിട്ടുള്ള സസ്യങ്ങളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ അവയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. ഇത്തരത്തിലുള്ള ജീവവർഗങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ജീവവൈവിധ്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അത് അവയെ എത്തരത്തിലാണ് അതിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ധാരാളം അധിനിവേശക്കാരുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ മാത്രമാണ് ആഫ്രിക്കൻ പക്ഷേ കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ എന്താണ് ബേസിക് സയൻസ് അല്ലെങ്കിൽ നിരീക്ഷണ ബോധം നിങ്ങൾക്ക് കൂടുതലുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ധാരാളം സ്രോതസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം ഗൂഗിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ധാരാളം ക്ലാസ്സുകളും നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ സോഴ്സുകളും റിസോഴ്സുകളും പുസ്തകങ്ങളും നിങ്ങൾ വായിക്കാം. അതിലൂടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാം. നമ്മൾ ഈ ക്ലാസ് അവസാനമായിട്ട് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തത് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടാണ്, അതായത് ആഹാരബന്ധത്തിനെ കുറിച്ചും. അതായത് നമ്മൾ പറഞ്ഞു ആഹാര ശൃംഖല ജാലമുണ്ട്, അതുപോലെ തന്നെ അതൊരൊറ്റ ശ്രേണിയാണെങ്കിൽ അതിനെ ആഹാര ശൃംഖല എന്ന് പറയും. ഈ രണ്ട് ഡെഫിനേഷനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്.
അതുപോലെ ധാരാളം ഫുഡ് ചെയിനുകളെ കുറിച്ച് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ആഹാര ശൃംഖലാജാലങ്ങളൊക്കെ നിങ്ങൾ ഓരോന്നും വേറിട്ട് എഴുതി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ആ ആഹാര ശൃംഖലാജാലം പൂർത്തിയാക്കിയിട്ട് അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാണെന്ന് കരുതുന്നു. താങ്ക് യു.